ഇപ്പൊ നമ്മൾ ചർച്ചയ്ക്ക് വളരെ പ്രധാനമായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന് അനുകൂലമായുണ്ടായ നിലപാട്. അനുകൂലമായ നിലപാട് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും സംസ്ഥാന ഗവൺമെന്റ് വീണ്ടും ഈ കടമെടുക്കാൻ ആഗ്രഹിക്കുന്നത് ശരിയാണെന്നും ഒന്നും സുപ്രീം കോടതി സൂചിപ്പിക്കുന്നു പോലുമില്ല. പക്ഷേ സംസ്ഥാന ജീവനക്കാരുടെ, അതായത് നാം ഒരു ഗവൺമെന്റിൽ വിശ്വസിക്കുന്ന ആ ഗവൺമെന്റിലെ ജീവനക്കാർക്ക് പോലും ശമ്പളമില്ലാത്ത ഒരവസ്ഥ വരിക എന്ന് വെച്ചാൽ ആ ഗവൺമെന്റിന്റെ വിശ്വാസ്യതയാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിന്, അതായത് ഫെഡറൽ സംവിധാനത്തില് കേന്ദ്ര ഗവൺമെന്റിന് ഈ അത്തരം ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെ ബെയിൽ ഔട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അവകാശമല്ല, ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റ് നിർവഹിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം സന്നിഗ്ധ സാഹചര്യങ്ങളില്. കാരണം മറ്റാർക്കും സഹായിക്കാൻ ഈ സമയത്ത് പറ്റില്ല, ആരും സഹായിക്കാൻ വരികയുമില്ല. കേന്ദ്രം തന്നെ വരണം. കാരണം ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമായതുകൊണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്ത ബോധം കേന്ദ്ര സർക്കാരില് ഉണ്ടാക്കുവാനാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടെടുത്തത്. ഇത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിന്റെ വിചാരണ ഒക്കെ നീണ്ടുപോകും. അത് കഴിഞ്ഞ് അവസാന വിധി എന്തായിരിക്കും എന്ന് നമുക്ക് തീർത്ത് പറയാൻ വയ്യ. എന്തായാലും ആ വിധി കേന്ദ്ര സർക്കാരിനും അതിനകത്ത് താക്കീത് കാണും, സംസ്ഥാന സർക്കാരിനും അതിനകത്ത് താക്കീത് കാണും. എന്താണ് താക്കീത് ഉണ്ടാകാൻ കാരണം? കേന്ദ്ര ഗവൺമെന്റ് ടാക്സ് പൂളിലേക്ക് 42% നികുതി, അതായത് പണ്ട്, അതായത് 14ാം ധനകാര്യ കമ്മീഷൻ വരെ 32% നികുതിയാണ് സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന ഡയറക്റ്റ് ടാക്സസ്. എന്തൊക്കെയാണ് ഈ ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഇത്രയും നികുതിയാണ്, പ്രധാനപ്പെട്ട നികുതി വഴികളാണ് കേന്ദ്രത്തിന്റെ സെൻട്രൽ ടാക്സ് പൂളിലേക്ക് എത്തുന്നത്. അപ്പൊ അതൊരു വലിയ തുകയാണ്, വലിയൊരു നിധിയാണെന്ന് ഓർക്കണം ആ ടാക്സ് പൂൾ എന്ന് പറയുന്നത്. ആ ടാക്സ് പൂളിൽ നിന്ന് 2014 വരെയും എത്രയാ 32% ടാക്സ് പൂളിൽ നിന്ന് 32% വെർട്ടിക്കൽ ഡെവല്യൂഷൻ, അതായത് താഴെ തട്ടിലേക്ക്, അതായത് സംസ്ഥാനങ്ങളിലേക്ക് ആകെയായി കൊടുക്കുന്നത്. എന്നിട്ട് ആ 32% സംസ്ഥാനങ്ങൾ കൊടുക്കാൻ നീക്കി വെച്ചിട്ട് അതിനെയാണ് പിന്നെ ഹൊറിസോണ്ടലായിട്ട് പല മാനദണ്ഡങ്ങൾ, ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആ ഫിനാൻസ് കമ്മീഷൻ കാലാകാലങ്ങളിലെ മാനദണ്ഡങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. അതായത് രാജ്യത്തിന്റെ സന്തുലിത വളർച്ചയ്ക്ക് അനുപേക്ഷണീയമായ രീതിയിലുള്ള ചില മാറ്റങ്ങൾ വരുത്തും മാനദണ്ഡങ്ങളിൽ. അങ്ങനെ മാറ്റങ്ങൾ വരുത്തി ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് താഴേക്ക് കൊടുക്കുന്ന ഈ 32% സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടുന്നത്. അപ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക് കുറച്ച് കൂടുതൽ കിട്ടും, ചില സംസ്ഥാനങ്ങൾക്ക് കുറച്ച് കുറഞ്ഞു പോകും. അങ്ങനെയുള്ളതൊക്കെ എല്ലാ കാലങ്ങളിലും ഇന്ത്യൻ സംവിധാനത്തിൽ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്തുലിത വളർച്ചയിലേക്ക് രാജ്യത്തെ മൊത്തമായി കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ മാനദണ്ഡാധിഷ്ഠിതമായ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ, അതായത് സംസ്ഥാനാന്തര വിതരണം, ഈ സെൻട്രൽ പൂളിൽ നിന്ന് താഴേക്ക് കൊടുത്ത 32% സംസ്ഥാനങ്ങളുമായി പങ്കിടുന്നതിനാണ് മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 32%-ൽ നിന്ന് പെട്ടെന്ന് 42%-ലേക്ക് 14ാം ധനകാര്യ കമ്മീഷൻ കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായി വന്നത് നരേന്ദ്രമോദിയായിരുന്നു. അപ്പൊ നരേന്ദ്രമോദി അത് 33%-ലേക്ക് നിജപ്പെടുത്തണം, കുറച്ചു കൊണ്ടുവരണം. 32 എന്നുള്ളത് 33 ആക്കിക്കോളൂ, പക്ഷെ 42 ആക്കി ഒറ്റയടിക്ക് ഉയർത്താൻ പാടില്ല എന്ന് അന്നത്തെ 14ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്ന റെഡ്ഡിയുടെ അടുക്കെ പറഞ്ഞു. പക്ഷെ റെഡ്ഡി അതിന് വഴങ്ങിയില്ല. YV റെഡ്ഡി ഫോർമർ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. അദ്ദേഹം അതിന് വഴങ്ങിയില്ല. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ധനം കൊടുത്തേ പറ്റൂ എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. കാരണം നമുക്കറിയാം എല്ലാ ചെലവുകളും സംസ്ഥാനങ്ങൾക്കാണ്. കേന്ദ്രത്തിന് ചെലവുണ്ട് തീർച്ചയായിട്ടും. കേന്ദ്രത്തിന് ഉദാഹരണത്തിന് 2 വകുപ്പുകൾ തന്നെ കേന്ദ്രത്തിനേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കില്ല. ഏതൊക്കെയാണ്? ഡിഫൻസ് വകുപ്പ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന വകുപ്പാണ്. രണ്ടാമത്തത് ഫോറിൻ അഫയേഴ്സ് വകുപ്പ്. ഇത് രണ്ടും സംസ്ഥാനങ്ങളെ സംബന്ധിച്ചില്ല. അപ്പം അങ്ങനെ കേന്ദ്രത്തിന് കൂടുതൽ ചെലവുണ്ട്, അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും
സംസ്ഥാനങ്ങൾക്ക് 32% പോരാ എന്ന നിലപാടിൽ ഉറച്ചു നിന്ന് വൈവി റെഡ്ഡി. അങ്ങനെയാണ് 42% അത് നിജപ്പെടുത്തുന്നത്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് എന്തു ചെയ്തു? കണ്ടമാനം സെസ്, ഓരോ നികുതിയുടെയും മേൽ സെസ് എന്ന് പറയുന്നത് നികുതിക്കുമേൽ നികുതിയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നതാണ്. പക്ഷെ അത് കണ്ടമാനം വർദ്ധിപ്പിച്ചാലോ സംസ്ഥാനങ്ങൾ എന്താണ് പറയുക, പ്രതിരോധത്തിലാകും. അപ്പൊ ഇങ്ങനെ മോദി ഈ 42% താഴേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ എടുത്ത ഒരു നടപടിയാണ് ഇഷ്ടം പോലെ സെസ് വർദ്ധിപ്പിക്കുക, ഇഷ്ടം പോലെ സർചാർജ് വർദ്ധിപ്പിക്കുക. അപ്പൊ എന്താ സംഭവിച്ചത്? അതായത് ആകെ ടാക്സ് പൂളിന്റെ 10% വരുമായിരുന്നുള്ളൂ 2010 സെസ് വഴി UPA ഗവൺമെന്റ് പിരിച്ചെടുത്ത ഫണ്ട്. അതേ സമയത്ത് 2018 മോദി ഗവൺമെന്റിന്റെ ഭരണം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴേക്കും സെസ് കൊണ്ട് കളക്ട് ചെയ്യുന്ന ഫണ്ട് 18%, സെൻട്രൽ പൂളിന്റെ 18% ഉയർന്നു. മാത്രവുമല്ല 2023 ആയപ്പോഴത്തേക്കും അത് 28.1% ഉയർന്നു. അത്ര വലിയ വളർച്ചയാണ്. എന്ന് വെച്ചാൽ മനഃപൂർവ്വമായിട്ട് സെസ് വർദ്ധിപ്പിച്ചു. അതിനു മുകളിലാണ് സർചാർജ്. അപ്പൊ അതെങ്ങനെയാണ് സംസ്ഥാനങ്ങളെ എന്താ പറയാ പ്രതിരോധത്തിലാക്കുന്നത്? അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി തന്നെ എടുക്കാം. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ കേന്ദ്രം നികുതി ചുമത്തുന്നു, അതിനു മുകളിൽ കേന്ദ്രത്തിന്റെ സെസ് ഉണ്ട്, അതിനു മുകളിൽ കേന്ദ്രത്തിന്റെ സർചാർജ് ഉണ്ട്. അത്രയും വില ആയി കഴിഞ്ഞതിന് ശേഷം അത് തന്നെ ഒരു വലിയ വില കയറ്റത്തിനുള്ള സാധ്യതയാക്കും. അതിന് മുകളിലാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിൻ്റെതായ നികുതി, ഇന്ധന നികുതി, അത് കഴിഞ്ഞ് സെസ് ഉണ്ടെങ്കിൽ ആ സെസ്, അതിനും മുകളിൽ സർചാർജ് ഉണ്ടെങ്കിൽ അത് ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ നാച്ചുറലി സംസ്ഥാന ഗവൺമെന്റിന് ഒരുപാടൊന്നും അവരുടെ ആവശ്യത്തിനനുസരിച്ച് സെസ്സോ സർചാർജോ നികുതിയോ ചുമത്താൻ പറ്റില്ല. അങ്ങനെയാണ് സംസ്ഥാനങ്ങൾ പ്രതിരോധത്തിൽ. അപ്പം സത്യമായിട്ടും ഇക്കാര്യം സെൻട്രൽ ഗവൺമെന്റിന്റെ മുൻപില് സുപ്രീം കോടതിയുടെ മുൻപില് കപിൽ സിബൽ നന്നായിട്ട് വാദിക്കുകയാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കപിൽ സിബലിന് ഇഷ്ടംപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭ്യമാണ്. അതായത് സെസ് തന്നെ 2017, 2018, 2023 ഇടയ്ക്ക് 133% വർധനവുണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ആബ്സല്യൂട്ട് ക്വാണ്ടിറ്റി തന്നെ എടുത്തു പറയാൻ പറ്റും. അങ്ങനെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമ്മർദ്ദം കേന്ദ്രത്തിന് മേൽ വരും. അതായത് സുപ്രീം കോടതിക്ക് കേന്ദ്രത്തെ കണ്ണുരുട്ടാം. അതായത് ഇങ്ങനെയാണോ ഫെഡറൽ സംവിധാനം പോകേണ്ടത്? സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കിയാണോ കേന്ദ്ര ഗവൺമെന്റ് പണം സംഭരിക്കേണ്ടതും ചെലവഴിക്കേണ്ടതും എന്ന ഒരു ചോദ്യം അവിടെ ഉയർത്തിയ. അതുകൊണ്ടായിരിക്കണം സംസ്ഥാന ഗവൺമെന്റിനോട് കേന്ദ്രം ആവശ്യപ്പെട്ടത്, നിങ്ങൾ ആ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിക്കൂ. പിൻവലിച്ചാൽ 16,008 കോടി 16,009 കോടി കടമെടുക്കാൻ നിങ്ങളെ സമ്മതിക്കാമെന്ന്. പക്ഷെ അത് സംസ്ഥാന ഗവൺമെന്റ് അതിനും സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഇന്നത്തെ വാദം 6ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരുന്ന വാദം ഇന്ന് നടക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനം എന്ന് വെച്ചാൽ വിചാരണയൊന്നും നടന്നില്ല. അതിനു മുമ്പ് തന്നെ, അതായത് സംസ്ഥാന സർക്കാരില് ജീവനക്കാരുടെ ശമ്പളമോ പെൻഷനോ കൊടുത്തില്ല, അനുദിന ചെലവുകൾക്ക് പണമില്ല, അത്ര വലിയ അന്തരീക്ഷം, അതായത് കടക്കണിയുടെ അന്തരീക്ഷം തന്നെയാണ്. അത്തരം ഒരു അന്തരീക്ഷത്തിൽ ഫെഡറൽ സംവിധാനം ഉപയോഗിച്ച് സംസ്ഥാനത്തെ ബെയിൽ ഔട്ട് ചെയ്യുക, സംസ്ഥാനത്തിന് നിൽക്കക്കള്ളി ഉണ്ടാക്കി കൊടുക്കുക, ആ തരത്തിലാണ് സുപ്രീം കോടതി അത് കണ്ടത്. അങ്ങനെ കണ്ടാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. കേന്ദ്രം 13,609 കോടി കടമെടുക്കാനുള്ള അനുവാദം കൊടുക്കുന്നു.